ഹലോ ഗൈസ്, എസ് കെ വ്ളോഗ്സ് യൂട്യൂബ് ചാനലിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു തക്കാളി മുറുക്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ്. നമുക്ക് വൈകിട്ട് ചായയുടെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റുന്ന മുറുക്ക് തന്നെയാണ്. ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഡിഷാണ്. അത് തയ്യാറാക്കുന്നത് അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ എല്ലാ സാധനങ്ങളൊക്കെ ഇത് ഇരിപ്പുണ്ട്. കുറച്ച് തക്കാളി, കുറച്ച് മാവും സാധനമൊക്കെ ഇട്ട് നമുക്ക് പെട്ടെന്ന് ഇണക്കി എടുക്കാവുന്ന പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിത് 2 തക്കാളി എടുത്താണ് തക്കാളി നുറുക്കി ഇണക്കുന്നത്. അത് ഇങ്ങനെ ഒരു പോറൽ വേണം. ഇതിൻ്റെ തൊലി കളയാനായിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇടും. അതിനാണ് ഇങ്ങനെ മുറിക്കുന്നത്. അതിൻ്റെ തൊലി പോയിട്ട് വേണം നമുക്ക് മിക്സിയിലടിക്കാൻ. തക്കാളി ഇതേ തിളച്ച വെള്ളത്തിലേക്ക് ഇടുകയാണ്. നമ്മളിത് ഇതിലേക്ക് ഇടുകയാണ്. ഇതൊന്ന് വാടിയിട്ട് വേണം നമുക്കിതിൻ്റെ തൊലി കളയാൻ. എന്നിട്ട് വേണം മിക്സിയിലടിക്കാൻ. പെട്ടെന്ന് തൊലി പോരും. ഇതേ ഇതുപോലെ തൊലി പോരും. ഇങ്ങനെ തിളച്ച വെള്ളത്തിലിട്ടാലേ ഇതേ അല്ല അതല്ല, നമുക്ക് നിൽക്കുമ്പോഴേ അച്ചിലിന്ന് പോരാൻ പാടായിരിക്കും. ഇതാകുമ്പോൾ ഇങ്ങനെ നുറുക്കാക്കുമ്പോൾ അച്ചിലിന്ന് പോരാൻ പാടായിരിക്കും. അപ്പോഴേ നമ്മൾ ഈ തൊലി കൂടെ കളയുമ്പോൾ അത് നന്നായിട്ട് പോരും. നമുക്കൊന്ന് ഇത് ഇങ്ങനെ ഒന്ന് അരിഞ്ഞിട്ട് വേണം മിക്സിയിലടിക്കാൻ. ഇനി ഇത് മിക്സിയിലടിച്ച് നമ്മൾ കാണിക്കുകയുള്ളൂ. ചേർക്കുക. ഇത് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തിയ ഒരു ഇലയാണ്. അത് നമുക്കിതിലേക്ക് അരിഞ്ഞ് ചേർക്കാം. നല്ല മണവും സ്വാദും ഒക്കെ ഉള്ളതാണ്. ഉപ്പ് പൊടിക്കകത്ത് ചേർക്കാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നുറുക്ക് ഇണക്കുന്നതിനുള്ള അരിമാവാണ്. നമ്മൾ 1 കപ്പ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 1 കപ്പ് കടലമാവ് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എടുക്കാം. പിന്നെ നമ്മളിനി ചെയ്യാൻ പോകുന്നത് കായപ്പൊടി ഇടുന്നു. അത് 1 കാൽ സ്പൂണാണ് ഇടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നെയ്യ് 1 ചെറിയ സ്പൂണ് നെയ്യിട്ട്, പിന്നെ എരിവുള്ള മുളക് പൊടി നിറം കിട്ടാനും എരിവിനും വേണ്ടി നമ്മൾ 1 സ്പൂൺ ഇടുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി നല്ല നിറം കിട്ടാൻ വേണ്ടി 1 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ 1/2 സ്പൂൺ ഉപ്പാണ് ഇടേണ്ടത്. 1 സ്പൂൺ ഇടരുത്. നമ്മളതിൻ്റെ കൂട്ടത്തിൽ 2-3 നല്ല ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ 1 നാരങ്ങ പിഴിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതൊരു പുളിപ്പ് കിട്ടാനാണ്. പിന്നെ ഇനി നമ്മളിത് തയ്യാറാക്കുന്നത് ഈ തക്കാളി അരച്ചത് ചേർത്താണ് നമ്മളിത് മാവ് കുഴക്കുന്നത്. അത് ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയാവും. നമ്മൾ 2 തക്കാളിയാണ് എടുത്തത്. നമുക്ക് ആവശ്യത്തിന് ഇത് ചേർത്താൽ മതി. ഓണമല്ലേ, പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള സാധനമാണ്. വീട്ടിൽ ഇണക്കി കൊടുക്കാം. മായം ചേരാത്ത ഒരു പലഹാരമാണ്. ഇച്ചിരി കൂടെ ഇത് ഒഴിക്കാം. 2 തക്കാളിയാണ് നമ്മൾ ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഇതേപോലെ നമുക്കിത് നല്ല കറക്റ്റിന് കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ ഇരിക്കണം. എന്നിട്ട് നമ്മളിപ്പോൾ ഇത് പീസാക്കി എടുത്താണ് ഇതിലേക്ക് ഇടുന്നത്. ഈ നാടിക്കകത്തായിട്ട് 2 ട്രിപ്പായിട്ട് നമുക്കിത് ഇട്ട് നെറ്റിയെടുക്കുന്നത്. ഈ അച്ചാണ്. ഒറ്റ ദൂരമുള്ള അച്ചുകൊണ്ട് ഇത് നമുക്ക് 3 ദൂരമുള്ള ഒരു അച്ചാണ് നുറുക്കിനായിട്ടുള്ള. മാവിൻ്റെ പുറത്ത് ഇച്ചിരി എണ്ണ ചേച്ചു അതിലോട്ട് ഇടാം. മാവിൻ്റെ പുറത്ത്
ഒരു അയവ് കിട്ടത്തക്ക ഒരു സുഖം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് നെങ്ങി പോരാൻ വേണ്ടി നമ്മളിത് ഇങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ നുറുക്കിണക്കുന്നത്. ഒരു സ്വാദ് കിട്ടാവേ. തിളച്ചിട്ടാണ് നമ്മൾ നുറുക്കിന് ഉള്ള മാവ് നെക്കി അതിലേക്ക് ഇടുന്നത്. നമുക്കിത് ഇതിന്ന് ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം. ഒരുപോലെ മൊരിയട്ടെ. ഇത് ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ട് വേണം നമ്മൾ പാത്രത്തിലേക്ക് കോരിയെടുക്കാൻ. ഇത് പകുതി വേവായിട്ടുള്ളൂ, ഒന്നുകൂടെ മൊരിയട്ടെ. ഇന്ന് കാറ്റ് കൊള്ളുമ്പോൾ ഒന്നുകൂടെ മുറുകണതാണ്. നമുക്കിത് കോരാം. മൂത്തിട്ടുണ്ട്. അതെ, ശബ്ദം കേട്ട ഇവിടെ ഞാൻ അടുത്ത നല്ല പോലെ മൊരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പടോന്ന് കേൾക്കണം കേട്ടോ. ഞങ്ങൾ ഇന്ന് തക്കാളി കൊണ്ടുള്ളൊരു നുറുക്കാണ് ഇണക്കിയത്. അതെല്ലാവരും ഇണക്കി നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.